സമയം കൊണ്ട് ഓരോന്നോരോന്നായിട്ട് എന്റെ പേരിലേക്ക് മാറ്റിയത് കിളവൻ മനസ്സിലാക്കിയില്ല. 24 മണിക്കൂർ അവർക്ക് സമയം കൊടുത്തത് ഒട്ടും ശരിയായില്ല. അതെന്റെ ദയാന്ന് അവർക്ക് തോന്നും. പക്ഷേ ആ 24 മണിക്കൂർ എങ്ങോട്ട് പോകണമെന്നറിയാതെ നെല്ലിശ്ശേരിയിലെ സേതുമാധവനും മക്കളും നിന്ന് ഉരുകും. അവിടുന്ന് ഇറങ്ങിപ്പോയിരിക്കാൻ അവരെന്തടവും പയറ്റും. അവരെന്തടവ് പയറ്റിയാലും നിയമം എന്റെ കൂടെയാണ് നിൽക്കുന്നതിപ്പോ. നമ്മളിപ്പോ ചെയ്തതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ അവർക്കധികം സമയമൊന്നും വേണ്ട. ഇനി അവർക്ക് ശ്വാസം വിടാൻ പോലുമുള്ള സമയം കൊടുക്കരുത്. അവരെ അവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറക്കി വിടണം. ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് പോറ്റി സാറേ. നിങ്ങൾക്കെല്ലാവർക്കും കണ്ണ് നിറയെ കാണാം നെല്ലിശ്ശേരിയുടെ സർവനാശം. എന്ത് മണ്ടത്തരം അച്ഛൻ കാണിച്ചത്. ഇനി ഇതിൽ നമ്മൾ അങ്ങനെ രക്ഷപ്പെടും? അച്ഛൻ ഞങ്ങളെ കുറിച്ച് ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിട്ടാണോ അത് ഒപ്പിട്ട് കൊടുത്തത്? ഇത്രയും പ്രായവും ലോകപരിചയമുള്ള അച്ഛന് അറിയാതെ പറ്റിയ തെറ്റാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണം. അച്ഛൻ കാരണം ഞങ്ങളിപ്പോ വഴിയാധാരമായി. ഇത്രയും കാലം എല്ലാ സൗഭാഗ്യങ്ങളുടെ നടുവിൽ ജീവിച്ചു. അച്ഛന്റെ മക്കൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ അഭിമാനിച്ചു. അച്ഛൻ കാരണം ഇതെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. സ്നേഹ അല്ലെങ്കിൽ ആ പെണ്ണുമ്പിള്ള അച്ഛനോട് അടുത്തപ്പോഴും ഞാൻ കരുതിയതാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. പിന്നെ ഈ നഷ്ടപ്പെട്ട എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കിയതാണോ? എല്ലാം അച്ഛൻ തന്നെ ഉണ്ടാക്കിയതല്ലേ? നിങ്ങളോട് രണ്ടുപേരോടും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തേണ്ട സമയമല്ല ഇത്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുക ചെയ്യേണ്ടത്. സന്ദീപേ, നീ അഡ്വക്കേറ്റ് കൃഷ്ണഭദ്രൻ സാറിനെ ഒന്ന് വിളിക്ക്. സാറിന് മാത്രമേ ഇപ്പൊ നമ്മളെ സഹായിക്കാൻ പറ്റൂ. അച്ഛാ, ആ ഡോക്യുമെന്റ്സിന്റെ എല്ലാം ഒറിജിനൽ അച്ഛന്റെ കയ്യിലില്ലേ? അതെല്ലാം എന്റെ സേഫിൽ തന്നെയുണ്ട്. അതൊക്കെ വക്കീലിനെ കാണിക്കേണ്ടി വരും. അച്ഛൻ പോയി അതൊക്കെ നിർത്തേ.
നന്ദേട്ടാ, അച്ഛൻ ആകെ തകർന്നിരിക്കുക. കുറ്റപ്പെടുത്തിയത് മതി. അച്ഛന്റെ മനസ്സിൽ കണ്ണുമില്ല. എല്ലാവരും നല്ലവരാണെന്ന് അച്ഛന്റെ വിചാരം. ആ നന്മയാ അവനിക മുതലെടുത്തത്. നമ്മളിപ്പോ അച്ഛന് ധൈര്യം കൊടുക്കാൻ വേണ്ടത്. നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഇതൊന്നും അവന്റെ എവിടെയും കൊണ്ടുപോകാൻ പോകുന്നില്ല. ഇവരെന്തൊക്കെ ചെയ്താലും നമ്മൾ ഇതിന് തടഞ്ഞിരിക്കും.